നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. കൗൺസിൽ ഫോർ ദി ഇന്ത്യൻ സ്കൂൾ സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന CISE ദേശീയ ടേബിൾ ടെന്നീസ് ടൂർണമെന്റിന് ഇരിങ്ങാലക്കുട ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിൽ തുടക്കമായി. ടൂർണമെന്റ് സംസ്ഥാന കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ഇമ്മാനുവൽ വട്ടക്കുന്നിൽ, CISE കേരള റീജിയൻ സെക്രട്ടറി ഫാദർ ഷിനോ കളപ്പുരയ്ക്കൽ, സ്പിരിച്വൽ ആനിമേറ്റർ ഫാദർ സെബാസ്റ്റ്യൻ ഒറ്റപ്ലാക്കൽ, ഡോൺ ബോസ്കോ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ശോഭ ജെയിംസ്, ചീഫ് റഫറി ജോസഫ് ചാക്കോ, PTA പ്രസിഡന്റ് ശാരിക ശിവപ്രസാദ്, പൂർവ്വ വിദ്യാർത്ഥി സംഘടന വൈസ് പ്രസിഡന്റ് അലക്സ് സുരേഷ്, സ്പോർട്സ് കോർഡിനേറ്റർ ബിന്ദു ബാബു, ടേബിൾ ടെന്നീസ് കോച്ച് സോമു ബാനർജി, കായികാധ്യാപകൻ ജിതിൻ രാജ് എന്നിവർ പങ്കെടുത്തു. ബിരുദ പഠനത്തോടൊപ്പം തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കാനുള്ള വിവിധ കർമ്മ പദ്ധതികൾ സംസ്ഥാന സർക്കാർ നടപ്പാക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ കോൺഫ്ലുവൻസ് 2026 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോളേജ് മാനേജർ സിസ്റ്റർ ഡോക്ടർ ട്രീസ ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ NSS സംഘടിപ്പിക്കുന്ന സമന്വയം പ്രോജക്ടിന്റെ ഉദ്ഘാടനവും മന്ത്രി റോജി എം ജോൺ നിർവഹിച്ചു. ചടങ്ങിൽ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA മുഖ്യാതിഥിയായിരുന്നു. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ബ്ലസ്സി സ്വാഗതവും IQAC കോർഡിനേറ്റർ ഡോക്ടർ ഷെറിൻ ജോസ് T നന്ദിയും പറഞ്ഞു. വിദ്യാഭ്യാസവും തൊഴിൽ മേഖലയും തമ്മിലുള്ള അകലം കുറയ്ക്കുകയും വിദ്യാർത്ഥികൾക്ക് പുതിയ അവസരങ്ങളും വ്യവസായ ലോകത്തിന് ആവശ്യമായ നൈപുണ്യങ്ങളും സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺഫ്ലുവൻസ് 2026 സംഘടിപ്പിച്ചത്. ഇവിടെ സെന്റ് ജോസഫ് തന്നെ അങ്ങനെ ഒരു താല്പര്യമുണ്ട്. ഗവൺമെന്റിന് സത്യത്തിൽ വലിയൊരു സഹായമാണ് സെന്റ് ജോസഫ് ചെയ്തത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുമായിട്ട് സഹകരിക്കുന്ന
എല്ലാ ഇൻഡസ്ട്രി പാർട്ട്നേഴ്സിനെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. കേരളം ഇന്ന് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു പോകുന്ന ഒരു മൈഗ്രേഷൻ്റെ പ്രശ്നം നമ്മളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ വിദേശത്ത് പോകുന്നതിന് പല കാരണങ്ങളുണ്ട്. വിദ്യാർത്ഥികൾ അവർ വിദ്യാഭ്യാസ താല്പര്യങ്ങൾ നോക്കി പോകുന്നവരുണ്ട്, തൊഴിലവസരങ്ങൾ അന്വേഷിച്ച് പോകുന്നവരുണ്ട്, വിദേശത്ത് സെറ്റിലാവാൻ ആഗ്രഹിച്ച് അവിടുത്തെ ജീവിത സാഹചര്യവും ലൈഫ് സ്റ്റൈൽ, അവിടുത്തെ ഫ്രീഡം അതൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ച് പോകുന്നവരൊക്കെ ഉണ്ട്. നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിൽ we have lot of institutions. We have lot of reputed institutions like St. Joseph. ഇരിങ്ങാലക്കുടയിൽ വന്നാൽ തന്നെ you have St. Joseph's here, you have Christ here. I mean, you have lot of institutions of national repute here. So it's not that we don't have adequate institutions in Kerala. We have so many institutions. But we face two major issues. One, we are not able to provide adequate job opportunities. Because the students who come out of these institutions are not able to find proper job opportunities. And when we think about it, or when we start inquiring about it, we also see that there is a huge gap between what our institutions are producing and what the industry requires. So because institutions are offering a particular program which is completely disconnected from what the industry of today requires. So we need to have initiatives like this to bridge the gap between institutions and industry, so that students get a better opportunity, better exposure, and also they can meet the requirements of the industry. ഭരതമുനിയുടെ നാട്യശാസ്ത്രം അഭിനയ സംഗീതങ്ങളുടെ സാങ്കേതിക വിവരണങ്ങളാണ്. എന്നാൽ നടരാജനായ പരമശിവനാൽ രചിക്കപ്പെട്ടതെന്ന് കരുതുന്ന ആദികൃതി വിജ്ഞാന ഭൈരവ തന്ത്രം അവയുടെ ആത്മീയ ലോകം വെളിപ്പെടുത്തുന്നുവെന്ന് അഭിനയ ഗുരു വേണുജി അഭിപ്രായപ്പെട്ടു. ഇരിങ്ങാലക്കുട നടന കൈരളിയിൽ സംഘടിപ്പിച്ച നേത്രരാഗ ശില്പശാല പരമ്പരയുടെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗ്രീക്ക് വംശജനും റഷ്യൻ പൗരനുമായ ജോർജ് ഗൂർജിയേഫ് ലോക നാടകവേദിയിൽ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ ചലനങ്ങൾ സൃഷ്ടിച്ചത് വിജ്ഞാന ഭൈരവ തന്ത്രത്തിന്റെ പൊരുളറിഞ്ഞാണെന്ന് വേണുജി ചൂണ്ടിക്കാട്ടി. സോണിയാഗിരി അധ്യക്ഷത വഹിച്ച ചടങ്ങ് സാംസ്കാരിക പ്രവർത്തകനും മാനേജ്മെന്റ് വിദഗ്ധനുമായ കെ അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. കലാനിരൂപകൻ പ്രൊഫസർ ജോർജ് എസ് പോൾ ആശംസകൾ നേർന്നു. കൂടിയാട്ടം കലാകാരി കപില വേണു ശ്രീ ശങ്കരാചാര്യരുടെ സൗന്ദര്യ ലഹരി പ്രഥമ ശ്ലോകത്തിന്റെ അഭിനയ സാധ്യതകൾ അവതരിപ്പിച്ചു. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ കൂടിയാട്ടത്തിനുള്ള പുരസ്കാരം നേടിയ ഉഷ നങ്ങ്യാരെ വേണുജിയും കെ അജയ്കുമാറും ചേർന്ന് ആദരിച്ചു. നമ്പറുകൾ മാത്രമായിരിക്കാം, പക്ഷേ അവരുടെ കണ്ടന്റിലുള്ള സബ്സ്റ്റൻസിൽ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഓഡിയൻസിൻ്റെ മുന്നിലാണ് ഞാൻ സംസാരിക്കുന്നതെന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. വേണുജിയും ഞാനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു 20 വർഷക്കാലത്തോളം ഉണ്ടെന്ന് തന്നെ പറയാം. പക്ഷേ അതൊരു വൺ വേ റിലേഷൻഷിപ്പാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ മാത്രമാണ് അദ്ദേഹത്തെ അറിഞ്ഞിരുന്നത്. അദ്ദേഹവുമായിട്ട് അടുത്ത് ഇടപഴകാനുള്ള ഒരു അവസരം എനിക്ക് കൈവന്നിരുന്നില്ല ഈ അടുത്ത കാലം വരെ. അകലിൽ നിന്ന് മാത്രം ചില ആളുകളെ നോക്കിക്കാണുന്നതിൻ്റെ അല്ലെങ്കിൽ അറിയുന്നതിൻ്റെ ഒരു സുഖം അത് എന്തുകൊണ്ടോ എനിക്ക് വേണുജിയുമായിട്ടുള്ള കാര്യത്തിൽ അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അത്ര അടുത്ത് എൻ്റെ വീട് ചേർപ്പിലാണ്. എന്നാൽ പോലും ഇവിടെ എനിക്ക് ഒരിക്കൽ പോലും വരാൻ തോന്നിയില്ല. അത് ഭയം കൊണ്ടാണോ ബഹുമാനം കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. അത് എന്തുകൊണ്ടോ സാധിച്ചില്ല അടുത്ത കാലം വരെ. വേണുജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നടത്തി വരുന്ന പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ, വലിയ മഹാരഥന്മാരായ കലാകാരന്മാരോട് കൂടിയുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധം, ഗുരു ഗോപിനാഥായാലും കൃഷ്ണനായർ ആശാനായാലും അങ്ങനെ ഓരോരുത്തരായിട്ടുള്ള ബന്ധങ്ങൾ, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ നിങ്ങൾ വിദ്യാർത്ഥികളെല്ലാവരും നിർബന്ധമായിട്ടും വായിച്ചിരിക്കേണ്ടതാണ്. അത് നമുക്ക് കർഷകന്റെ പരാതിക്ക് വേഗത്തിൽ പരിഹാരം കണ്ട് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA.
പാട്ടത്തിനെടുത്ത ഭൂമിയിൽ കൃഷിയിറക്കി വിളവെടുത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങിയവർ 2.5 വർഷമായിട്ടും പണം നൽകാതിരുന്നതോടെ കർഷക ദിനത്തിൽ കുടുംബസഹിതം നിരാഹാരമിരുന്ന കർഷകന് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA ഇടപെടലിലൂടെ പണം ലഭിച്ചു. കാട്ടൂർ പഞ്ചായത്ത് പൊഞ്ഞനം സ്വദേശി കടവിൽ വീട്ടിൽ അനിൽകുമാറിനാണ് പണം ലഭിച്ചത്. കാട്ടൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDS ഓഫീസർക്കാണ് അനിൽകുമാർ തണ്ണിമത്തനും പൊട്ടുവെള്ളരിയും നൽകിയത്. എന്നാൽ പലതവണ ആവശ്യപ്പെട്ടിട്ടും പണം ലഭിക്കാതായതോടെയാണ് അനിൽകുമാറും കുടുംബവും കാട്ടൂർ പഞ്ചായത്തിന്റെ കർഷക ദിനാഘോഷം നടന്ന വേദിക്കരികിൽ നിരാഹാരം ഇരുന്നത്. കർഷക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യാനെത്തിയ തോമസ് ഉണ്ണിയാടനോട് സംഭവത്തെക്കുറിച്ച് പരാതിപ്പെട്ടു. വൈകിട്ടോടെ അനിൽകുമാറിന്റെ വസതിയിലെത്തി അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA അദ്ദേഹത്തിന് ലഭിക്കാനുള്ള 7000 രൂപ അനിൽകുമാറിന് കൈമാറുകയായിരുന്നു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TG ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഓണപ്പാട്ട് കലാകാരൻ വിവേക് നെല്ലായി, സംഗീത സംവിധായകൻ ജോസഫ് അക്കരക്കാരൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS മനു, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിമിഷ ശ്രീനിവാസൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ NB പവിത്രൻ, വൃന്ദ അജിത് കുമാർ, PD നെൽസൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അംബുജ രാജൻ, അജയൻ തറയിൽ, BDO നിഖിൽ KK എന്നിവർ പങ്കെടുത്തു. വിവിധ കലാപരിപാടികൾ, ഓണസദ്യ എന്നിവ നടന്നു. മനുഷ്യരെല്ലാവരും ഒരുപോലെയാകുമെന്നുള്ള മനോഹരമായിട്ടുള്ള സങ്കല്പത്തിൽ ഊന്നിക്കൊണ്ടാണ് ഓണമെന്ന് പറയുന്ന ഈ മനോഹരമായിട്ടുള്ള ആ സങ്കല്പത്തെ നമ്മളെല്ലാവരും ആലോചിക്കുന്നത്. അതിന് ചരിത്ര പശ്ചാത്തലമുണ്ട്, ഐതിഹ്യത്തിൻ്റെ പശ്ചാത്തലമുണ്ട്, നാടോടി കഥകളുടെ പശ്ചാത്തലമുണ്ട്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് പശ്ചാത്തലങ്ങളിലൂടെ കൈമാറി വന്ന മനോഹരമായിട്ടുള്ള സങ്കല്പമാണ് ഓണം എന്ന് പറയുന്ന മലയാളിയുടെ ദേശീയ ഉത്സവത്തിന് ഉള്ളത്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് മാനവിക ഐക്യമാണ്. എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ജാതി മത ചിന്തകൾക്ക് അതീതമായി, രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി, ഇങ്ങനെ എല്ലാ ഭേദചിന്തകൾക്കും അതീതമായി എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഒരു സമ്മോഹന മുഹൂർത്തമാണ് ഓണം. ആ ഓണം നമ്മുടെ നാട്ടിലെമ്പാടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാരും സംഘടനകളും എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഓണം, അതിമനോഹരമായിട്ടുള്ള ഒരു ഓണം നമുക്ക് ഈ 2026 നമുക്ക് സമ്മാനിക്കുവാനായിട്ട് പ്രധാനം ചെയ്യുവാനായിട്ട്. ഇരിങ്ങാലക്കുട പ്രതീക്ഷാ ഭവനിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം ചെയ്തു. രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആൽവിൻ ചിറ്റിലപ്പള്ളി, നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോണി പോൾ മാവേലി, പ്രൊവിൻഷ്യൽ കൗൺസിലർ സിസ്റ്റർ PO, മദർ സുപ്പീരിയർ സിസ്റ്റർ സീമ പോൾ, ന്യൂൺമീൽ ഓഫീസർ ശ്രീമതി മുരളി എന്നിവർ പങ്കെടുത്തു. പ്രിൻസിപ്പൽ സിസ്റ്റർ സുജിത സ്വാഗതവും PTA പ്രസിഡന്റ് PC ജോർജ് നന്ദിയും പറഞ്ഞു. നമുക്കറിയാം, ഓണം എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ഓണമുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്ത് വിദേശ രാജ്യങ്ങളിലുമൊക്കെ തന്നെ മലയാളികൾ എല്ലാവരും ഒരുമിച്ച് ഓണം ആഘോഷിക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിൽ ആ ഓണം നമ്മുടെ പ്രിയപ്പെട്ട പ്രതീക്ഷാ ഭവനിലെ മക്കളോട് കൂടി ഒരുമിച്ച് ഓണം ആഘോഷിക്കാൻ കഴിയുന്നു എന്നുള്ളതിലേറെ സന്തോഷമുണ്ട്. ഓണം എല്ലാവരുടേതുമാണ്, അത് പ്രതീക്ഷാ ഭവൻ്റെതും കൂടിയാണ്. പ്രതീക്ഷാ ഭവൻ എന്നുള്ള ദൈവത്തിനാൽ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ആലയമാണ്. എൻ്റെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് അവർ വളരെ മാതൃകാപരമായിട്ടാണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പം അവിടെ വരുന്ന പ്രിയപ്പെട്ട വിവിധ തലങ്ങളിൽ നല്ല മികവ് തെളിയിച്ച കുട്ടികൾ, എന്നാൽ അവർക്ക് എന്തൊക്കെയോ ചില കുറവുകൾ ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ വളരെ നല്ല വൈദഗ്ധ്യമുള്ള ഒട്ടനവധിയായ കുഞ്ഞുങ്ങൾ ഇവിടെയുണ്ട്. നമുക്കറിയാം, ദൈവത്തിനാൽ പ്രത്യേകമായ അനുഗ്രഹം ലഭിച്ച, സൗഭാഗ്യം ലഭിച്ച വിവിധ കഴിവുകളുള്ള കുട്ടികൾ ഇവിടെയുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾ അവർ ഭിന്നശേഷിക്കാരാണെങ്കിലും അത്തരത്തിൽ വിഷമമുള്ള ആളുകളായാലും അവരെയൊക്കെ പൊന്നുപോലെയാണ് ഇവിടെ വളർത്തി വലുതാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ആലയത്തിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കുറേ സമയം ചെലവഴിക്കാൻ കഴിയുന്നു എന്നുള്ളതിൻ്റെ
ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.